പല ആൾക്കാരും മനസ്സിലുള്ള ഡൗട്ടാണ് CPI USA പാസ്സായതിനു ശേഷം ഇന്ത്യയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ ഔട്ട്സൈഡിലുള്ള ഓപ്പർച്യൂണിറ്റീസ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോറിൻ കോഴ്സായി എൻറോൾഡ് ഏജൻറ്റ് അതുപോലെ ACCA CMA US ഒക്കെ ഇഷ്ടംപേര് പാസ്സാകുന്നുണ്ട്, ജോബിലേക്ക് കയറുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ CPI USA ഇന്ത്യയിൽ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ട്, അവിടെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതുപോലെ തന്നെ US വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനീസ് ഉണ്ട്, അവിടെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിലധികം ആൾക്കാർക്ക് അറിയാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ആൻഡ് ഓഡിറ്റിംഗ് ഫേം നമുക്ക് ഇന്ത്യയിൽ CA ഇവിടെ ഉള്ളതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ നമ്മളൊരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വർക്ക് ഇന്ത്യയിൽ വർക്ക് എടുക്കാൻ പറ്റത്തില്ല, US വർക്കായിരിക്കും അധികം എടുക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ നോക്കുമ്പം മിഡിൽ ഈസ്റ്റിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് ഫീൽഡിൽ മിഡിൽ ഈസ്റ്റിൽ വളരെ വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. മെയിൻലി നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ ആസ് എ CPA ഫ്രഷർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം 10 lakh per annum ആണ്. അത് മിഡിൽ ഈസ്റ്റിലോട്ട് വരുമ്പോഴേക്കും ഏകദേശം 2x ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ വേറെ വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ CPI USA ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ CPI കാനഡ അതുപോലെ CPI ഓസ്ട്രേലിയയും കൂടി നമുക്ക് മിനിമം റിക്വയർമെന്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അന്നേരം നമ്മൾ നോക്കുമ്പോൾ ഒരു ഗ്ലോബലി റെക്കഗ്നേഷൻ ആണ് നമുക്ക് CPI USA കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ.